കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റേഷൻ വേണം, ഇപ്പൊ ഈവൻ ബിസിനസ്സിലാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റേഷൻ വേണം എന്നുള്ള അത് നമുക്ക് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഒരു ഉദ്യമ രജിസ്ട്രേഷൻ മതി. ഉദ്യമ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ GST ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. GST നമ്മൾ എന്താ പറയുക, GST ഇല്ലെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷനോ വെബ്സൈറ്റിലുള്ള ട്രാൻസാക്ഷനോ ഒക്കെ നടക്കും. ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു ചാടി കയറിയിട്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഒന്നില്ലെങ്കിൽ നില്ല് ഫയൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. അതുപോലെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ഒരു ഒരു അത്രയും പാഷനായിട്ടായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പേരിനുള്ള ട്രേഡ് മാർക്ക് മാത്രം നമ്മൾ ആദ്യം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ തരം രജിസ്ട്രേഷനും ഉണ്ട്. നമ്മളത് ആദ്യം ഇപ്പൊ 7 വർഷമായാലും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് ആവശ്യം ഉണ്ടായത് നമ്മളത് ആദ്യം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ടൈമിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും ഞാൻ അത് എടുത്തത് കൊണ്ട് എനിക്ക് അതിന്റെ അറിയാം അതൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളത്. എന്ത് ചെയ്യുകയാണെങ്കിലും ചെറിയ രീതിയിൽ ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ പറയുക, പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ LLP ഒന്നായിട്ടൊന്നും പോകേണ്ടെന്ന് ഒരു ആവശ്യമില്ല. കുറേ ആൾക്കാർ അങ്ങനെ LLP അല്ലെങ്കിൽ LLP അല്ല പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അങ്ങനെയൊന്നും ചെയ്യണ്ട. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു പ്രൊപ്പറേറ്റർ ആയിട്ട് ഒരു കമ്പനി ചെയ്താൽ മതി, സ്വന്തം ഇൻഡിവിജ്വൽ കമ്പനി ആയിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ എളുപ്പമാണ്, വലിയ പാടില്ല. കഴിവതും പാർട്ണർഷിപ്പ് കമ്പനിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ആദ്യം ആദ്യം നമ്മൾ വിചാരിക്കും എളുപ്പമാണ്, പക്ഷേ പിന്നെ അല്ലെങ്കിൽ അതിന്റെ എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് പേപ്പറൊക്കെ അത്രയും നല്ല രീതിയിൽ ചെയ്യണം. എഗ്രിമെന്റിന്റെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം, നാളത്തെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ബിസിനസ് ചെയ്യാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഒരു ഉദ്യമ രജിസ്ട്രേഷൻ മാത്രം മതി ആക്ച്വലി ഇനീഷ്യലി. അതിനുശേഷം ബിസിനസ് ഗ്രോ ആകുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. ട്രേഡ് മാർക്ക് ബിസിനസിന്റെ കൺസെപ്റ്റിലല്ല, അത് നമ്മൾ അസറ്റായിട്ട് വരും. അത് എടുത്തു വെക്കുക, ഒരു ഡൊമൈൻ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്.